അർദ്ധരാത്രിയിൽ കോട്ടയിലേക്ക് വന്ന് കയറിയ തോമസ് വ്യത്യസ്തനായിട്ടുള്ള ആ പ്രഭുവിനെ പരിചയപ്പെടുകയാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ കോട്ടയിൽ ആരെയും കാണാനില്ല. ഭയം കാരണം ആ ഒരു കോട്ട മുഴുവനായിട്ടും ഓടി നടന്ന തോമസ് ഒരു കാര്യം കാണുകയാണ്, ഒരു ശവപ്പെട്ടി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ ശവപ്പെട്ടി അവൻ തുറക്കാൻ തീരുമാനിച്ചു. അത് തുറന്ന സമയത്ത് അവനാകെ ഞെട്ടിപ്പോയി. ജീവനോടെ ഇന്നലെ അവനോട് സംസാരിച്ച ആ പ്രഭുവിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരമാണ് ആ പെട്ടിയിൽ അവൻ കണ്ടത്. അല്പനേരം കഴിഞ്ഞപ്പോൾ തോമസിന്റെ നാടായ വിസ്ബർഗിലേക്ക് ഒരു കപ്പൽ പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അസാധാരണമായ ആ കപ്പലിൽ പല കാര്യങ്ങളും സംഭവിക്കുകയാണ്. അധികം വൈകാതെ ആ കപ്പൽ വിസ്ബർഗിലേക്ക് വന്നടിഞ്ഞപ്പോൾ ജീവനുള്ള ഒരു മനുഷ്യൻ പോലും അതിലുണ്ടായിരുന്നില്ല. പകരം ഒരുപാട് എലികളായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ശവപ്പെട്ടിയും. അന്ന് രാത്രി വിസ്ബർഗിലേക്ക് വന്ന ആ ഒരു പെട്ടിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? വിസ്ബർഗിലേക്ക് അന്ന് രാത്രി വന്ന ആ വലിയ മഹാവിപത്ത് അതെന്താണ്? നമ്മൾ നേരെ ഈ കഥയിലേക്ക് പോവുകയാണ്. ശരിക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ തരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ കഥ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അത്രയും എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അർദ്ധരാത്രിയിൽ ഹെലൻ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ ഒരുപാടധികം ഏകാന്തത അത് അനുഭവിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മാലാഖമാരോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു കൂട്ടുക, എനിക്കൊറ്റക്കാവുന്നില്ല. അങ്ങനെ അവളുടെ അരികിലേക്ക് ആ രാത്രിയിൽ അവൾക്ക് കൂട്ടിനായിട്ട് ഒരാൾ വരുന്നുണ്ട്. നിഴൽ പോലെ നമുക്ക് കാണാൻ കഴിയാത്ത, അവൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരാൾ. പിന്നീട് എങ്ങനെയാണ് ആ വീടിന്റെ തോട്ടത്തിലേക്ക് അവൾ വന്നത് എന്നറിയില്ല. അവൾ പ്രണയിച്ച അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലേക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തെ അവൾ പെട്ടെന്ന് കണ്ടു. അവൾ വിചാരിച്ചതുപോലെ അതൊരു മാലാഖ ആയിരുന്നില്ല. ചെകുത്താനേക്കാളും മോശമായിട്ടുള്ള മറ്റൊരു ശക്തിയായിരുന്നു. അതറിഞ്ഞതോട് കൂടിയിട്ട് അവൾ വിറക്കാൻ തുടങ്ങുകയാണ്. അസഹനീയമായ വേദന, ബോധമില്ലാതെ കിടന്ന് വിറച്ചു. ഇവിടെ വെച്ചാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് നോസ്ഫെറാറ്റോ. ഇതിനുശേഷം കാണിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയല്ല, ജർമ്മനിയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1838. അന്ന് ആ നഗരത്തിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ പുതുതായിട്ട് കല്യാണം കഴിച്ച രണ്ടുപേരും, തോമസും ഭാര്യയായിട്ടുള്ള ഹെലനും. നമ്മൾ ആദ്യം കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് തന്നെ വളർന്നു വലുതായി ഇപ്പൊ തോമസിനെ കല്യാണം കഴിച്ചു. എന്നിരുന്നാലും അവളുടെ ചെറുപ്രായത്തിലുണ്ടായിരുന്ന ആ അനുഭവം അതിപ്പോഴും അവൾക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വപ്നത്തിൽ ഇപ്പോഴും ആ ഒരു കാര്യം അവളെ വേട്ടയാടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരു പരിധി വരെ അവളുടെ ലൈഫിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവള് ഹാപ്പി ആവാൻ തുടങ്ങുകയാണ്. കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ അധികം വൈകാതെ രണ്ടുപേരും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാര്യയായിട്ടുള്ള ഹെലനോട് യാത്ര പറഞ്ഞ് തോമസ് വേഗം തന്നെ ജോലിക്ക് പോവാണ്. അങ്ങനെ അവൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് 200 വർഷം മുന്നേ ഉണ്ടായിരുന്ന ജർമ്മൻ നഗരത്തെ കാണിക്കുകയാണ്. അവൻ ജോലി ചെയ്യുന്നത് ഒരു രജിസ്റ്റർ ഓഫീസിലാണ്. അവന്റെ ബോസിന്റെ പേര് ഹെർനോക്ക് എന്നാണ്. എത്തിയപ്പോൾ തന്നെ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹെർനോക്ക് പറയണേ, ഏയ് അതൊന്നും കുഴപ്പമില്ല, നിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടേയുള്ളൂ. അതുപോലെ തോമസേ, നിനക്ക് നല്ലൊരു ഉഗ്രം കോള് വന്നിട്ടുണ്ട്. ഒരു പ്രഭുവുണ്ട്. ആ പ്രഭുവിന് നമ്മുടെ നാട്ടില് ചില പ്രോപ്പർട്ടികളോട് താല്പര്യമുണ്ട്. അതിലൊരെണ്ണം വാങ്ങാനും താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫോർമാലിറ്റി, ഡോക്യുമെന്റ്സ്, എല്ലാ കാര്യങ്ങളും നീയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു തുക സമ്മാനമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ജോലിയിൽ നിന്ന് നിനക്കൊരു പ്രൊമോഷനും ഉണ്ടാവും. എന്നാൽ ഏകദേശം ഒരു 6 ആഴ്ചയോളം നീ ഇവിടുന്ന് വിട്ടുനിൽക്കേണ്ടി വരും. കാരണം ഇവിടെ എല്ലാവരും പ്രഭു ഉള്ളത് കുറച്ച് അകലെയാണ്, കുറച്ച് ദൂരെയായിട്ട്. ബൊഹേമിയ എന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ട വലിയൊരു കോട്ടയിലാണ് ആ പ്രഭു താമസിക്കുന്നത്. പേര് ഓർലോക്ക്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് തോമസ് ഈ ഒരു കാര്യം ഹെലനോട് പറയുന്നുണ്ട്. നല്ലൊരു തുക പാരിതോഷികമായിട്ട് നമുക്ക് കിട്ടും, ജോലിയിൽ നല്ല ഉയർച്ചയും കിട്ടും, ഞാൻ ഈ ഒരു ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഹെലൻ സമ്മതിക്കുന്നില്ല. കാരണം അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. കല്യാണം കഴിഞ്ഞ് അധിക ദിവസം ആയിട്ടില്ല. എന്നിരുന്നാലും തോമസ് അവളെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ഇതിനുശേഷം ഹെലനെ അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരന്റെ പേര് ഫെഡറിക് എന്നാണ്. കൂട്ടുകാരന്റെ ഭാര്യയായിട്ടുള്ള അന്നയുമായിട്ട് നമ്മുടെ ഹെലൻ നല്ല സുഹൃത്ത് ബന്ധത്തിലാണ്. അതുപോലെ ഫെഡറിക് എന്ന് പറഞ്ഞ ഈ കൂട്ടുകാരനുണ്ടല്ലോ, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു പോർട്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഒരാളാണ്. ഈ ഫെഡറിക്കിന് 2 മക്കളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഫെഡറിക്കിന് ആ 2 കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് കേട്ടോ, ക്ലാരയും ലൂസിയും. അങ്ങനെ സമയം കുറെ ആയപ്പോൾ മക്കളെയും കൂട്ടിയിട്ട് ഫെഡറിക് അവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം തോമസും ഭാര്യയായിട്ടുള്ള ഹെലനും തമ്മിൽ വളരെയധികം ഇന്റിമേറ്റ് ആവുകയാണ്. അവരുടെ ആ ഒരു പ്രണയ നിമിഷം എല്ലാം കഴിഞ്ഞ് തോമസ് നല്ല ഉറക്കത്തിലാണ്. എന്നാൽ അർദ്ധരാത്രിയിൽ ഹെലൻ എഴുന്നേൽക്കുന്നുണ്ട്. അവളുടെ മുടിയുടെ ഒരു കഷ്ണം മുറിച്ച് അത് തോമസിന്റെ ആ മാലയുടെ ലോക്കറ്റിൽ വെക്കുകയാണ്. എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയില്ല. ഇതേ നേരം തന്നെ ഈ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത്, നഗരത്തിന്റെ പേര് നിങ്ങൾ മറക്കരുത്, വിസ്ബർഗ്. വിസ്ബർഗിന്റെ മറ്റൊരു ഭാഗത്ത് വളരെ നഗ്നനായിരുന്നു കൊണ്ട് ഒരു പ്രായമുള്ള ഒരാള് ഒരു പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് ചില ആഭിചാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, അങ്ങ് വരൂ എന്ന് പറഞ്ഞിട്ട് ആർക്കോ വേണ്ടി ഇയാൾ ഈ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇന്നാണ് തോമസ് ഓർലോക്ക് പ്രഭുവിന്റെ അടുത്തേക്ക് പോകുന്നത്. വളരെയധികം വിഷമത്തോടു കൂടിയിട്ട് തന്നെ തോമസ് ഹെലനോട് യാത്ര പറയുന്നുണ്ട്. ആ സമയത്ത് നിറ കണ്ണുകളുമായിട്ട് തോമസിനെ നോക്കി നിൽക്കായിരുന്നു ഹെലൻ. അങ്ങനെ സമയം വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. കുറേയധികം സമയം കഴിഞ്ഞു. തോമസും കുറേയധികം ദൂരം പിന്നിട്ട് പോയി. 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ പഴയ ഒരു ഗ്രാമത്തിൽ എത്തിപ്പെടുകയാണ്. എന്നാൽ അവിടെ മുഴുവനും നാടോടികളായിരുന്നു, അതായത് ജിപ്സികൾ. വന്ന പാട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് അവിടെയുള്ള ആളുകൾ തോമസിനോട് ബിഹേവ് ചെയ്തത്. രാത്രി ഇവിടെ നിൽക്കാൻ ഒരു ഇച്ചിരി സ്ഥലം തരുമെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഏയ് ഞങ്ങൾക്ക്
തരാൻ പറ്റില്ല, ഇവിടുന്ന് പൊയ്ക്കോ എന്നാണ്. എന്നാൽ അധിക കാശ് തരാന്ന് പറഞ്ഞപ്പോ അവര് കിടക്കാനായിട്ട് ചെറിയൊരു സ്ഥലം കൊടുക്കുന്നുണ്ട്. അവൻ പിന്നീട് നേരെ ആ ഒരു ഹോട്ടലിന്റെ ഉള്ളിലേക്ക് പോയി. അതേ നേരം പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, മോനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ദൈവം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവട്ടെ. ഇതിനുശേഷം തോമസ് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ പതിയെ ഉറങ്ങിപ്പോവാണ്. എന്നാൽ അർദ്ധരാത്രിയായപ്പോ എന്തൊക്കെയോ ചില ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോ ഒരുപാട് ആൾക്കാർ തീപ്പന്തവുമായിട്ട് കാട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. കൂട്ടത്തിൽ ഒരു കുതിരയുടെ പുറത്തായിട്ട് നഗ്നമായ ശരീരത്തിൽ ഒരു തരി പോലും വസ്ത്രം ധരിക്കാത്ത ഒരു സ്ത്രീയെയും അവർ കൊണ്ടുപോകുന്നുണ്ട്. പതിയെ അവരെ ഫോളോ ചെയ്തു പോയ തോമസ് കാണുന്നത് അത്ഭുതകരമായ പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരു പെട്ടി, അതിൽ ജീവനുള്ള ഒരു പ്രേതമാണോ ചെകുത്താനാണോ എന്താണെന്ന് അറിയില്ല, അതിന്റെ ദേഹത്തേക്ക് ഇവര് കമ്പി അടിക്കുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ തോമസ് ചാടി എഴുന്നേൽക്കുകയാണ്. അത് അവന്റെ ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ അതേ നേരം തന്നെ അവന്റെ ആ 2 കാലുകളും കാണിക്കുന്നുണ്ട്. ആ കാലുകളിൽ ചെളിയുണ്ടായിരുന്നു. അതിനർത്ഥം എന്താണ്? അവൻ ഇന്നലെ രാത്രി കണ്ടത് അത് പൂർണ്ണമായിട്ടും ഒരു സ്വപ്നമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ രാവിലെ ആയിട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോ ഇന്നലെ ഉണ്ടായിരുന്ന ഒരൊറ്റ ജിപ്സിയെ പോലും അവിടെ കാണാനില്ല. എല്ലാവരും എങ്ങോട്ടോ പോയി. പോരാത്തതിന് അവന്റെ കുതിരയും കാണാനില്ല. അതുകൊണ്ട് തന്നെ അവന്റെ സാധനങ്ങളുമായിട്ട് ആ കോട്ടയിലേക്ക് ഒറ്റയ്ക്ക് അവൻ നടന്നു പോവുകയാണ്. അങ്ങോട്ടേക്കുള്ള വഴി തന്നെ വളരെയധികം വിചിത്രമായിരുന്നു. ഒറ്റപ്പെട്ട ആരുമില്ലാത്ത ചെറിയൊരു കുടില്, അതിൽ നിറയെ കുരിശിന്റെ ചിഹ്നങ്ങൾ, അതിന്റെ കുറുകെയായിട്ട് വലിയൊരു പാലം. അത് താണ്ടിക്കൊണ്ട് അവൻ അപ്പുറത്തേക്ക് ചെന്ന സമയത്ത് വളരെയധികം ഇരുട്ട് മൂടിയ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ദൂരെ നിന്നും എന്തോ ഒന്ന് വരുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കുതിരവണ്ടിയായിരുന്നു. അവന്റെ അരികിലേക്ക് വേഗം വന്ന ആ ഒരു കുതിരവണ്ടി കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കുതിരവണ്ടി അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. കുതിരവണ്ടി ആ കോട്ട ലക്ഷ്യമാക്കിയിട്ട് തോമസിനെയും കൊണ്ട് നേരെ ആ ഒരു കോട്ടയിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ കുതിരവണ്ടിയുടെ പിന്നാലെ കുറച്ചധികം ചെന്നായ്ക്കളും മൂരിയിട്ടുകൊണ്ട് പായുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു കുതിരവണ്ടി കോട്ടയുടെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടെങ്കിലും ആ ഭയം പുറത്ത് കാണിക്കാതെ തോമസ് പതിയെ കോട്ടവാതിലും താണ്ടി ഉള്ളിലേക്ക് പോവാണ്. ആ സമയത്ത് അവിടെ നിഴൽ രൂപം പോലെ ഒരാളെ കാണുന്നുണ്ട്. കുറച്ചു നേരം തോമസിനെ നോക്കിയിട്ട് അയാൾ തിരിച്ചു നടന്നു പോവാണ്. അതുകൊണ്ട് തന്നെ തോമസ് അയാളുടെ പിന്നാലെ പോകുന്നുണ്ട്. അത് തന്നെയാണ് ഈ കോട്ടയുടെ പ്രഭുവായിട്ടുള്ള ഓർലോക്ക് പ്രഭു. അപ്പൊ എത്തിയപാട് തന്നെ ആ ഒരു പ്രഭുവിനോട് തോമസ് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഇച്ചിരി വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതൊന്നും കുഴപ്പമില്ല, എന്നാലും നീ ഒരു ഇച്ചിരി വൈകിപ്പോയി എന്ന് പറയാണ്. അയാളുടെ മുഖം വ്യക്തമായിട്ട് തോമസിനെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അയാളുടെ സംസാര രീതി വളരെയധികം വ്യത്യസ്തമായിരുന്നു. അങ്ങനെ അവനെയും കൂട്ടി കോട്ടയുടെ മുകളിലേക്ക് പോയ ആ ഒരു പ്രഭു ഉണ്ടല്ലോ, വലിയൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന്റെ ഒരു ഭാഗത്തായിട്ട് അവനോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ഇവരുടെ ആ ഒരു നഗരം ഉണ്ടല്ലോ വിസ്ബർഗ്, അവിടെ വാങ്ങാൻ പോകുന്ന ആ വലിയ കൊട്ടാരം, അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാത്തിനെയും കുറിച്ച് ഈ പ്രഭു ചോദിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും വ്യക്തമായിട്ട് തന്നെ തോമസ് മറുപടി കൊടുക്കുകയാണ്. എന്നാലും ഉള്ളിൽ നല്ല പേടിയുണ്ട് ഇയാളുടെ ആ ഒരു വിചിത്രമായിട്ടുള്ള സ്വഭാവം. ഇതിനിടയിൽ തോമസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്ഥലത്ത് നിന്നായിരുന്നു. അവിടെ ഒരുപാടധികം ജിപ്സികൾ ഉണ്ടായിരുന്നു. അവരെ ആരെയും രാവിലെ ആയപ്പോ കാണാനില്ല. അവരെവിടെ പോയി? അവർക്ക് എന്താ സംഭവിച്ചത്? എന്നാൽ ഇത് കേട്ട സമയത്ത് പ്രഭു ഓർലോക്ക് ഇയാൾ ഭയങ്കര ദേഷ്യത്തില്, അതൊക്കെ എന്തിനാ നീ നോക്കുന്നേ? നീ വന്ന പണി എന്താണോ അത് മാത്രം ചെയ്താൽ മതി, വേറൊരു കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട. ഇതിനിടയിൽ അവനോട് ഭക്ഷണം കഴിക്കാനും പറയാണ്. കഴിക്കാൻ കൊടുത്ത ഒരു ബ്രെഡിന്റെ കഷ്ണം അത് കട്ട് ചെയ്യുന്ന അതേ നേരം തന്നെ ഈ പ്രഭു അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടിപ്പോവാണ്. കൈ ചെറുതായിട്ടൊന്ന് മുറിയുന്നുണ്ട്. രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റും മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ തോമസിന് നന്നായിട്ട് തോന്നുന്നുണ്ട്. അവന്റെ ഉള്ളിൽ അതിഭീകരമായ രീതിയിൽ പേടി വരുന്നുണ്ട്. അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ ആ ഒരു പ്രഭു വന്നു നിൽക്കുകയാണ്. ആ കാര്യം അവനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഭയം കൊണ്ട് അവന്റെ മുഖം ചുവന്ന് തുടുത്തു. അവൻ ഉറക്കനെ നിലവിളിക്കുകയാണ്. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം വിസ്ബർഗിൽ കാണിക്കുകയാണ്. തോമസിന്റെ ഭാര്യയായിട്ടുള്ള ഹെലൻ, അതുപോലെ തന്നെ അവളുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള അന്ന, അതായത് ഫെഡറിക്കിന്റെ ഭാര്യ, ഇവര് രണ്ടുപേരും കൂടെ ഒരു തടാകത്തിന്റെ അരികിലൂടെ നടക്കുകയാണ്. തോമസ് പോയാല് ഹെലന് നല്ല വിഷമുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വിഷമെല്ലാം അന്നയോട് പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അന്ന അവളെ സമാധാനിപ്പിക്കുകയാണ്. നീ വിഷമിക്കുന്നു വേണ്ട, അവൻ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഇതിനുശേഷം വീണ്ടും ആ ഒരു പ്രഭുവിന്റെ കോട്ട കാണിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ഇന്നലെ രാത്രി തോമസ് മരണപ്പെട്ടിട്ടില്ല. അവന്റെ ബോധം നഷ്ടമായതായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ കോട്ട മുഴുവനായിട്ടും അവൻ ഓടി നടക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും ആ ഒരു കോട്ടയിൽ ഉണ്ടായിരുന്നില്ല. അതേ നേരം നെഞ്ചത്ത് എന്തോ ഒരു വേദന തോന്നിയിട്ട് ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ 2 പാടുകൾ കാണുന്നുണ്ട്. അതേ നേരം തന്നെ അതിലൂടെ പോയ കുറച്ചധികം എലികൾ. ഇതിനെയെല്ലാം കണ്ട് തോമസ് വല്ലാണ്ട് ഭയന്നു പോവാണ്. അങ്ങനെ വീണ്ടും അന്ന് രാത്രിയായപ്പോൾ വീണ്ടും ആ ഒരു ഓർലോക്ക് പ്രഭു അവന്റെ അരികിലേക്ക് വരികയാണ്. ഒരുപാട് ഡോക്യുമെന്റ്സ് അവന്റെ കയ്യിൽ കൊടുത്തല്ലോ. ആ ഡോക്യുമെന്റ്സ് മുഴുവനായിട്ടും ഈ ഒരു പ്രഭുവിന് കൊടുക്കുന്നുണ്ട്. വിസ്ബർഗിൽ വാങ്ങാൻ പോകുന്ന ആ ഒരു വീട്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാനായിട്ട് അതിൽ സൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രഭു ചെയ്യാണ്. ഇതിനുശേഷം വീണ്ടും അവനെ നോക്കിയിട്ട് പറയാണ്, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എന്നാൽ എങ്ങനെയാണ് ഇയാൾക്കത് മനസ്സിലായെന്ന് തോമസിന് മനസ്സിലായില്ല. അവന്റെ അരയിൽ കിടക്കുന്ന ആ ഒരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റ് കണ്ടിട്ടാണ് പ്രഭുവിന് ആ ഒരു കാര്യം മനസ്സിലായത് എന്ന് പ്രഭു ഇപ്പൊ തോമസിനോട് പറയണം. എനിക്ക് അതൊന്ന് കാണാൻ പറ്റുമോ, ഒന്ന് തൊടാൻ പറ്റുമോ എന്ന് പ്രഭു ചോദിച്ചപ്പോ ചെറിയൊരു പേടി ഉള്ളത് കൊണ്ട് തന്നെ തോമസ് അത് അയാൾക്ക് കൊടുക്കുകയാണ്. എന്തോ ആ സാധനം കയ്യിൽ കിട്ടിയതോട് കൂടിയിട്ട് വല്ലാത്തൊരു രീതിയിൽ ആ ഒരു ലോക്കറ്റിൽ അങ്ങോട്ട് വശ്യപ്പെട്ടു പോവാണ് ഈ ഓർലോക്ക് പ്രഭു. ഇയാളുടെ ആ ഒരു പ്രവൃത്തിയെല്ലാം കാണുമ്പോൾ തോമസിന് തന്നെ എന്തോ പോലെ ആവുകയാണ്. ഇതിനുശേഷം തോമസിനോട് ഓർലോക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ കമ്മീഷന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ, നല്ലൊരു തുക തന്നെ ഞാൻ നിനക്ക് പാരിതോഷികമായിട്ട് തരാൻ പോവുകയാണ്. ഇതും പറഞ്ഞ് ഒരു പെട്ടി തുറന്ന് അതിൽ
ബാഗിൽ നിന്നും ഒരു കിഴി നിറയെ സ്വർണം അവന് കൊടുക്കുകയാണ്. എന്നാൽ അതിനു മുന്നേ ആ കാണുന്ന പത്രത്തിൽ നിന്റെ ഒരു ഒപ്പ് നീ വെക്കണം, അത് നിന്റെ പേരെഴുതിക്കൊണ്ട്. അങ്ങനെ അതിലേക്ക് സൈൻ ചെയ്യാൻ വേണ്ടി തോമസ് അങ്ങനെ പോകുന്നുണ്ട്. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ട് കേട്ടോ. അവസാനം അതിൽ അവൻ ഒപ്പിടുകയാണ്. പിന്നീട് അവൻ കൊടുത്ത ആ ഒരു മാലയുടെ ലോക്കറ്റുമായിട്ട് ഓർലോക് പ്രഭു ഇരുട്ടിലേക്ക് പതിയെ പതിയെ മറിഞ്ഞു പോവാണ്. ആ നേരത്തെ തോമസ് പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട്, ഞാൻ തിരിച്ചു പോയിക്കോട്ടെ. അപ്പൊ ആ ഒരു പ്രഭു പറയാണ്, നിനക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ പോവാത്തതാണ് ഏറ്റവും നല്ലത്. പ്രഭു അപ്പൊ എന്റെ ആ ഒരു ലോക്കറ്റ് അത് തന്നില്ല, അത് തന്നിട്ട് പോയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും ഇരുട്ടിലേക്ക് പൂർണ്ണമായിട്ടും ഓർലോക് പ്രഭു പോയി മറിയാണ്. ഇപ്പൊ തോമസിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ഭയം അവന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. തനിക്കൊരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ, ഇതൊരു നരകമാണോ എന്ന് വരെ അവന് തോന്നിയിട്ടുണ്ട്. അതുപോലെ ആ രാത്രിയും കടന്നു പോവാണ്. എന്നാൽ അർദ്ധരാത്രിയാകുമ്പോൾ എങ്ങനെയാണ് അവന്റെ ബോധം നഷ്ടമാവുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നെഞ്ചത്ത് വീണ്ടും കടിച്ചതിന്റെ പാടുകൾ. എന്നാൽ ബോധം വന്ന പാട് തന്നെ അവൻ ഇറങ്ങി ഓടുകയാണ് പുറത്തേക്ക്. പ്രധാന കവാടത്തിന്റെ അരികിലേക്ക് ചെന്നു. പല തവണയായിട്ട് അത് മുട്ടുന്നുണ്ട്, എന്നാൽ അത് തുറക്കാൻ കഴിയുന്നില്ല. കരഞ്ഞുകൊണ്ട് ഈ കോട്ടയുടെ പല ഭാഗത്തേക്ക് അവനങ്ങനെ ഓടുന്നുണ്ടെങ്കിലും ഒരു വാതിലോ ഒരു ജനലോ ഒന്നും അവന് വേണ്ടി തുറക്കപ്പെടുന്നില്ല. അങ്ങനെ അവസാനം ചെറിയൊരു വാതിൽ കാണുന്നുണ്ട്. അതിന്റെ ആ ഒരു താക്കോല് തല്ലിപ്പൊളിച്ച് ഉള്ളിലേക്ക് ചെന്ന സമയത്ത് അതൊരു അറയായിരുന്നു. കുറച്ചു ദൂരം കൂടെ മുന്നോട്ടേക്ക് പോയ സമയത്ത് അവൻ മറ്റൊരു കാര്യം കാണുന്നുണ്ട്, ഒരു വലിയ ശവപ്പെട്ടി. ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും ആ ഒരു പെട്ടി അവൻ തുറന്നു നോക്കുകയാണ്. തുറന്ന പാട് തന്നെ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി. ഇന്നലെ രാത്രിയെല്ലാം ജീവനോടെ ഉണ്ടായിരുന്ന ആ ഓർലോക് പ്രഭു ഉണ്ടല്ലോ, അയാളുടെ ചത്ത് ചീഞ്ഞളിഞ്ഞ ശവശരീരം അതായിരുന്നു ആ ഒരു പെട്ടിയിൽ ഉണ്ടായിരുന്നത്. ആ ശവത്തിലൂടെ പുഴുവരെ അരിക്കുന്നുണ്ട്. ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തോമസിന് മനസ്സിലാവുന്നില്ല. അവനിക്ക് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രം മനസ്സിലായി, ഇതൊരു ചെകുത്താനാണ്, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മഴു അവൻ എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ചെകുത്താന്റെ നെഞ്ചത്തേക്ക് അത് കുത്താൻ നോക്കുമ്പോഴേക്കും ഈ പ്രഭു കണ്ണു തുറന്ന് അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഭയന്ന് വിറച്ചു പോയ തോമസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ വീണ്ടും അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. രാത്രിയായപ്പോ ചീഞ്ഞളിഞ്ഞ ആ ഒരു ശരീരമെല്ലാം മാറിയിട്ട് ഓർലോക് പ്രഭു ഒരു സാധാരണ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ തോമസിന്റെ കയ്യിൽ ഹെലൻ കൊടുത്ത ആ മാലയുടെ ലോക്കറ്റും ഉണ്ട്. അത് പിന്നീട് ഈ പ്രഭു അവന്റെ മുഖത്തോട് ചേർത്ത് വെച്ച് അതിലങ്ങനെ വശീകരണപ്പെട്ടിങ്ങനെ നിന്നു പോവാണ്. അതായത് തോമസിന്റെ ഭാര്യ ഹെലനോട് എന്തൊരു വല്ലാത്ത അടുപ്പം ഈ ഓർലോക് പ്രഭുവിനുണ്ട്. അങ്ങനെ വീണ്ടും ആ രാത്രിയിൽ ഓർലോക് പ്രഭു ഈ തോമസിന്റെ അരികിലേക്ക് വരികയാണ്. ഭയം കൊണ്ട് വിറച്ച് എങ്ങോട്ടേക്ക് ഓടണമെന്ന് പോലും അറിയാതെ അവൻ ആ ഒരു ചുമരിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ കഴുത്തിലേക്ക് രണ്ട് കൈകൾ കൊണ്ട് ഓർലോക് പ്രഭു ഇറുക്കി പിടിക്കുകയാണ്. മാത്രമല്ല അവന്റെ നെഞ്ചിലേക്ക് കടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലെ ചോര അത് വലിച്ചു കുടിക്കുകയാണ്. ആ സമയത്തുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതായത് സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജ്യൂസ് കുടിക്കില്ലേ, അതുപോലെ തന്നെ തോമസിന്റെ ദേഹത്തെ ആ രക്തം ഇവൻ അങ്ങനെ വലിച്ചു വലിച്ചു കുടിക്കുകയാണ്. അതുപോലെ ഇപ്പൊ തോമസ് ഈ കോട്ടയിലേക്ക് വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെലന് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തോമസിനെ കാണാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു വിഷാദം ഇതെല്ലാം കാരണം അവൾ ഒരു ഇച്ചിരി മെന്റലി അൺസ്റ്റേബിൾ ആവുകയാണ്. അതുകൊണ്ട് തന്നെ തോമസിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഫെഡറിക്കിന്റെ വീട്ടിലാണല്ലോ ഹെലൻ ഉള്ളത്. ഫെഡറിക്ക് ഒരു ഡോക്ടറെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഡോക്ടർ സീവേഴ്സ്. അദ്ദേഹം നോക്കി നന്നായിട്ട് തന്നെ അവളെ ചികിത്സിക്കുകയാണ്. അതുപോലെ അവൾ വയലന്റ് ആവുന്നത് കൊണ്ട് മയങ്ങി പോകാനുള്ള മരുന്ന് നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞു. ഇതിനുശേഷം വീണ്ടും പ്രഭു ഓർലോക്കിന്റെ ആ ഒരു കോട്ട കാണിക്കുകയാണ്. രാവിലെ ആയ സമയത്ത് എപ്പോഴത്തെയും പോലെ തന്നെ തോമസിന്റെ ഓർമ്മ തിരിച്ചു കിട്ടുന്നുണ്ട്, ബോധം തിരിച്ചു വരികയാണ്. രാത്രി എന്ത് സംഭവിച്ചു എന്ന് പോലും അവന് അറിയില്ല. എന്നാൽ വളരെയധികം ക്ഷീണിതനായിട്ട് മാറുന്നത് അവന് മനസ്സിലാവുന്നുണ്ട്. കാരണം രാത്രിയാകുമ്പോൾ അവന്റെ രക്തം ആ ചെകുത്താൻ ഊറ്റി ഊറ്റി കുടിക്കുകയല്ലേ, എങ്ങനെ ക്ഷീണം വരാതിരിക്കും. അങ്ങനെ കണ്ണ് തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അതേ നേരം തന്നെ രണ്ട് വേട്ടപ്പട്ടികൾ ആ റൂമിലേക്ക് കയറി വരികയാണ്. ഭയം കാരണം തോമസ് ജനലിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് ചെറിയൊരു വഴിയായിരുന്നു. അവിടെ നിന്നും കാല് തെന്നി അവൻ താഴേക്ക് വീഴുന്നുണ്ട്. താഴെ ഒരു നദിയായിരുന്നു. പിന്നീട് അവൻ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം വീണ്ടും വിസ്ബർഗിൽ കാണിക്കുകയാണ്. തോമസ് ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പോയിട്ട് ഇത്രയും നാളായിട്ട് തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ ഹെലന്റെ മാനസികാവസ്ഥ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ എന്നും ആ ഒരു കാര്യം ചോദിച്ച് ഫെഡറിക്കിനെ ശല്യപ്പെടുന്നു. അപ്പൊ അവന്റെ കൈയെല്ലാം പിടിച്ച് ഇതിങ്ങനെ ചോദിക്കുമ്പോൾ കൈയൊക്കെ അവൻ തട്ടി മാറ്റുന്നുണ്ട്. അതായത് എന്താണെന്ന് അറിയില്ല, ഫെഡറിക്കിന് ഹെലനോട് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അന്ന ഇപ്പൊ ഈ ഒരു ഫെഡറിക്കിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവളോട് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെരുമാറും, അവളുടെ സിറ്റുവേഷൻ കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയാണ്. ഫെഡറിക്ക് പറയണ അതൊക്കെ നമുക്ക് നോക്കാം, തോമസിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അതായത് രണ്ട് കാല് അകത്തി വെച്ച രീതിയിൽ അവൾ നിലത്ത് വീണ് കിടക്കുകയാണ്. സംതിങ് എന്തോ ഒന്ന് വളരെ ബ്രൂട്ടലായിട്ട് അവിടെ സംഭവിക്കുന്നുണ്ട്. ഏതോ ഒരു അദൃശ്യമായ ശക്തി, പക്ഷെ അതെന്താണെന്ന് നമ്മൾ കാണിക്കുന്നില്ല. ഇതിനുശേഷം വിസ്ബർഗിലെ തന്നെ പ്രാന്താശുപത്രി കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ സീവേഴ്സ്. അദ്ദേഹത്തിന്റെ ആശുപത്രിയിലേക്ക് ഇന്ന് പുതുതായിട്ടൊരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ്. പച്ചക്ക് മൃഗങ്ങളെയെല്ലാം കടിച്ചു കയറുന്ന, അതിന്റെ രക്തം കുടിക്കുന്ന അത്രയും വൃത്തികെട്ട ഹീനമായ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ആ ആളെ കാണാനായിട്ട് ഡോക്ടർ സീവേഴ്സ് നേരിട്ട് അങ്ങോട്ടേക്ക്
ചെല്ലുന്നുണ്ട്. അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ആള് കുറച്ച് ഡിഫറന്റ് ആണെന്ന്. അതുപോലെ അയാളോട് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾക്കൊരു പേരില്ല. ഞാൻ വെറും ഒരു വേലക്കാരൻ മാത്രമാണ്. ആരുടെ വേലക്കാരൻ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വേലക്കാരൻ. ഇതേ നേരം കയ്യിലുണ്ടായിരുന്ന ഒരു പ്രാവുണ്ടല്ലോ, ആ പ്രാവിന്റെ തല കടിച്ചു മുറിച്ച് ആ ഒരു ചോരയെല്ലാം ഇയാൾ ഊറ്റി കുടിച്ചിട്ട് പറയാണ്, എന്റെ പ്രഭു അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേലക്കാരനാവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ ആ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഇതും പറഞ്ഞ് ഈ ഡോക്ടറുടെ ദേഹത്തേക്ക് ചാടിക്കയറി ഈ ഡോക്ടറെ തന്നെ ഇയാൾ ആക്രമിക്കുന്നുണ്ട്. ഗാർഡ്സ് ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന മുട്ട വടിയും വെച്ച് ഇയാളുടെ പുറം തല്ലി പൊളിയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അയാൾ അറിയുന്നില്ല. ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭ്രാന്തുള്ള മനുഷ്യൻ. ഇതേ നേരം തന്നെ പാവം നമ്മുടെ ഹെലന്റെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ്. ശരീരത്തിൽ ബാധ കയറിയതുപോലെ എന്തൊക്കെയൊക്കെയോ ആവുന്നുണ്ട് കേട്ടോ. ട്രീറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ സീവേഴ്സിന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് താങ്ങിയാൽ കൂടില്ല. ആ സമയത്ത് ഡോക്ടർ സീവേഴ്സ് അദ്ദേഹത്തിനെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഒരു ടീച്ചറെ കുറിച്ച് പറയുന്നുണ്ട്. ആൽബിൻ എബൻഹെഡ് വോൺ ഫ്രാൻസ്. നല്ല ബുദ്ധിയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ടീച്ചർ ഇപ്പൊ നിലവിലുള്ളത് ഈ ഡോക്ടർ തന്നെ ഭ്രാന്താശുപത്രി ഉണ്ടല്ലോ അതിലൊരു റൂമിലാണ്. കാരണം എന്താണെന്നറിയോ? ആൽക്കമി. അത് ഭ്രാന്തമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ആൽക്കമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസും മന്ത്രവും കൂടി ചേർന്ന ഒരു പ്രത്യേകതരം ഒരു സംഭവം. ഇന്നത്തെ കാലത്തൊന്നും ആരും ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ്. രഹസ്യമായിട്ട് പലരും ചെയ്യുന്നുണ്ടാവും, എന്നാൽ പരസ്യമായിട്ട് ആരും ചെയ്യാറില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ആൽക്കമി ചെയ്ത ഒരാളായിരുന്നു ഡോക്ടർ വോൺ ഫ്രാൻസ്. അപ്പൊ അദ്ദേഹത്തിനൊന്ന് പോയിട്ട് നമുക്ക് കാണാമെന്ന് ഡോക്ടർ സീവേഴ്സ് നമ്മുടെ ഫെഡറിക്കിനോട് പറയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഓർലോക് പ്രഭുവിന്റെ ആ ഒരു വലിയ കോട്ടയുണ്ടല്ലോ, ഒരു മലയുടെ മുകളിലുണ്ടായിരുന്ന ആ ഒരു കോട്ടോ, അതിന്റെ താഴ്വരയിലായിട്ട് ഒരു നദി ഉണ്ടായിരുന്നു. കാട്ടിലേക്ക് വിറക് പെറുക്കാൻ വന്ന ഒരു സ്ത്രീ ഒരു കാര്യം കണ്ട് ആദ്യം ഒന്നും ഞെട്ടുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ ആൾക്കാരെയും കൂട്ടി വന്നിട്ട് ആ നദിയുടെ കരയിൽ കണ്ട ഒരു ബോഡി അതുമായിട്ട് നേരെ ചർച്ചിലേക്ക് പോവാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ തോമസ് തന്നെയായിരുന്നു. അവന്റെ ശരീരത്തിലെ മുറിവും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ കണ്ട ആ ഒരു നാടോടികളുണ്ടല്ലോ, ജിപ്സികൾ, അതിലുണ്ടായിരുന്ന ഒരു മുത്തശ്ശിയായിരുന്നു ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ആ ഒരു പ്രീസ്റ്റ്. അപ്പൊ ആ ഒരു മുത്തശ്ശി ഒരു കാര്യം പറയുന്നുണ്ട്, മോൻ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോവാൻ പാടില്ല, അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഇവിടെ വെച്ച് ഈ മണ്ണിൽ വെച്ച് അവനെ നശിപ്പിക്കണം, പവിത്രമായ ഈ ആരാധനത്തിന്റെ ഉള്ളിലേക്ക് മാത്രം അവന് കയറാൻ കഴിയില്ല എന്ന് തോമസ് പറയാണ്. എനിക്ക് ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ കഴിയില്ല, അവൻ എന്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു, വിസ്ബർഗിലേക്ക് പോയി കഴിഞ്ഞു. മാത്രമല്ല എന്റെ ഭാര്യ അവളും അപകടത്തിലാണ്. ഇതിനുശേഷം കാണിക്കുന്നത് കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. അതെ, തോമസ് പറഞ്ഞതുപോലെ തന്നെ ഓർലോക് പ്രഭു അയാൾ നേരെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വിസ്ബർഗിലേക്കാണ്. ആ കപ്പലിന്റെ ഉൾഭാഗത്തായിട്ട് അടച്ചുപൂട്ടിയ ഒരു പെട്ടിയും കാണിക്കുന്നുണ്ട്. ആ പെട്ടിക്കുള്ളിൽ അവന്റെ ശവശരീരം തന്നെയാണ്. വിസ്ബർഗിലെ ജനങ്ങൾ അറിയാതെ തന്നെ അവരുടെ നാട്ടിലേക്ക് ഒരു വലിയ മഹാവിപത്ത് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല രൂപത്തിലാണ്. ഇനി വളരെയധികം കുറച്ച് ദിവസം മാത്രമേ അവർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുള്ളൂ. ആ നാടിനെ ഒട്ടാകെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വലിയ മഹാവിപത്ത് തന്നെ, ഒരു മരണത്തിന്റെ കൊടുങ്കാറ്റ് തന്നെയാണ് വിസ്ബർഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭയങ്കര രസമാണ് ഈ സമയത്തൊക്കെ ഈ മൂവിയുടെ ആ ഒരു വിഷ്വലും അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ഹൊറിഫിക് ഫീല് തന്നെ തരും. അങ്ങനെ ഇതിനുശേഷം കാണിക്കുന്നത് തോമസ് അതുപോലെ തന്നെ ഡോക്ടർ സീവേഴ്സ് രണ്ടുപേരും കൂടിയിട്ട് ഇതേ പ്രാന്താശുപത്രിയിൽ പൂട്ടി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ വന്ന് താമസിക്കുന്ന ഡോക്ടർ ആൽബിൻ എബേർട്ട് വാൻ ഫ്രാൻസ്. ഒരു വല്ലാത്ത പേര് തന്നെ, പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സോ തൽക്കാലം നമുക്ക് വോൺ ഫ്രാൻസ് എന്ന് വിളിക്കാം. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. കണ്ടാൽ തന്നെ അറിയാം ഒരു അരപ്പിരിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈ ആൽക്കമിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു അരപ്പിരിയുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. സയൻസും മന്ത്രവാദമൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു പരിപാടിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവരിങ്ങോട്ടേക്ക് വന്ന പാട് തന്നെ ഈ ആൾക്ക്, അതായത് വോൺ ഫ്രാൻസിന് ഈ വന്നിരിക്കുന്നത് തന്റെ ശിഷ്യനാണെന്ന് മനസ്സിലായി. അതുപോലെ കൂടെയുള്ള ആള് അയാൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ. അങ്ങനെ ഫെഡറിക്കിനോട് തന്നെ നേരിട്ട് ഈ പ്രൊഫസർ വോൺ ഫ്രാൻസ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഫെഡറിക്ക് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. എന്റെ കൂട്ടുകാരന്റെ ഭാര്യ തൽക്കാലത്തേക്ക് എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇതുപോലെ കുറെ പ്രശ്നമുണ്ടായി, മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രൊഫസർ പറയണേ ഞാൻ എന്തായാലും ഒന്ന് വന്ന് നോക്കട്ടെ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് തോമസിന്റെ പരുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചർച്ചിൽ കുറച്ച് ആൾക്കാർ അവനെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നല്ലോ, അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് കുതിരയുമായിട്ട് അവൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. അവരെല്ലാം പിടിച്ചു വെക്കാൻ നോക്കിയെങ്കിലും അതിന് മുന്നേ തോമസ് അവിടുന്ന് പോയായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് തന്നെ തോമസിന് വിസ്ബർഗിലെത്തണം, അതുപോലെ അവന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തുകയും വേണം. ഇതിനുശേഷം കടലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന, അതായത് വിസ്ബർഗിനെ ലക്ഷ്യമായി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കപ്പലിനെ കാണിക്കുകയാണ്. ആ കപ്പലിന്റെ ഉള്ളിലാണ് ലോർഡ് ഓർലോക്കിന്റെ ആ ഒരു ശവപ്പെട്ടിയുള്ളത്. പതിയെ പതിയെ ആ കപ്പലിന് പ്രശ്നങ്ങൾ തുടങ്ങാൻ ആരംഭിച്ചു. അതിലെ ചില തൊഴിലാളികൾക്കൊക്കെ അസുഖങ്ങൾ വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ ഛർദ്ദിച്ച് മരിച്ചു വീഴാൻ തുടങ്ങി. വേഗം തന്നെ ക്യാപ്റ്റനോട് അവിടുത്തെ തൊഴിലാളികൾ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, ഇത് പ്ലേഗ് ആണെന്ന്. പ്ലേഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ? 1800 കാലഘട്ടത്തിൽ യൂറോപ്പിനെ തന്നെ പിടിച്ച് കുലുക്കി കളഞ്ഞ ഒരു പകർച്ചവ്യാധിയാണ്. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് ബാധിച്ച് മരണപ്പെട്ടത്. ഇതിനുശേഷം വിസ്ബർഗിലെ ഫെഡറിക്കിന്റെ വീട് കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രൊഫസറും അതുപോലെ തന്നെ ഡോക്ടർ സീവേഴ്സും വന്നിട്ടുണ്ട്. അന്ന് രാത്രി ശരിക്കും ഹെലന്റെ അവസ്ഥ അതെന്താണെന്ന് പ്രൊഫസർ നേരിട്ട് കണ്ടു. ശരിക്കും ഒരു ബാധ കയറിയതുപോലെ, അവളുടെ ശരീരത്തിന്റെ കൺട്രോൾ തന്നെ അവളുടെ കയ്യിൽ ഇല്ലാത്തതുപോലെ, ഒരു വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുക, അതുപോലെ സംസാരിക്കുക. പിന്നീട് ഈ ഒരു പ്രൊഫസറിനെ നോക്കി തന്നെ അവള് വല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അതായത് അവൻ വരുന്നുണ്ട്, ഈ നാട്ടിലേക്ക് വലിയൊരു ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ കമ്പിയെല്ലാം വളയ്ക്കുന്നത് പോലെ അവളുടെ ശരീരം വല്ലാതെ അങ്ങോട്ട് ബെൻഡ് ആവുന്നുണ്ട്. ഇതെല്ലാം നേരിട്ട് കാണുന്ന അന്നയുണ്ടല്ലോ, അതായത് ഹെലന്റെ കൂട്ടുകാരി, അവൾക്ക് ഇതൊന്നും കണ്ട് സഹിക്കുന്നില്ല. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇവിടെ വെച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ചില മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് പതിയെ പതിയെ അവൾ ഉറക്കി കെടുത്തുന്നുണ്ട്. ഇതിനുശേഷം പ്രൊഫസർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഫെഡറിക്കിനോടും അതുപോലെ തന്നെ ഡോക്ടർ സീവേഴ്സിനോടും പറയുന്നുണ്ട്. അമാനുഷികമായിട്ടുള്ള മറ്റെന്തോ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു രോഗാവസ്ഥയൊന്നുമല്ല. എന്നാൽ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും യാതൊരു വിശ്വാസം ഇല്ലാതിരുന്ന ഡോക്ടർ അതുപോലെ തന്നെ ഫെഡറിക്ക് രണ്ടുപേർക്കും ആ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് പ്രൊഫസർ പറയണ എന്തായാലും നിങ്ങൾ വിശ്വസിക്കേണ്ട, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ അന്ന എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവണം. അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നീട് പ്രൊഫസർ അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും, അതായത് ഫെഡറിക്കിനെയും ഡോക്ടറെയും നോക്കിയിട്ട് ഒരു കാര്യം വാൺ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക്, വിസ്ബർഗിലേക്ക് ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നുണ്ട്. സാധാരണ കൊടുങ്കാറ്റല്ല, മരണത്തിന്റെ കൊടുങ്കാറ്റ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ കൊടുങ്കാറ്റ് അത് വന്നു കഴിഞ്ഞു. ഓർലോക് പ്രഭു അയാളുടെ ശവപ്പെട്ടി കൊണ്ടുവരുന്ന ആ കപ്പലുണ്ടല്ലോ, ആ കപ്പലിൽ പല ആൾക്കാരായിട്ട് മരിച്ചു വീണ് അവസാനം അതിലെ ക്യാപ്റ്റൻ മാത്രം ബാക്കിയായി. ആ നേരത്താണ് അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നം മനസ്സിലായത്. പ്രശ്നക്കാരൻ ആ ഒരു ശവപ്പെട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ശവപ്പെട്ടിയിൽ മൃതദേഹം നശിപ്പിക്കാനായിട്ട് ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ഓർലോക് പ്രഭു പിന്നിൽ നിന്നും അദ്ദേഹത്തെ ആക്രമിച്ച് ആ മനുഷ്യനെയും കൊന്നുകളയാണ്. അങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആ വലിയ കപ്പല് തീരത്തെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഭ്രാന്താശുപത്രിയിൽ പൂട്ടിവെച്ച ആ വേലക്കാരനുണ്ടല്ലോ, അവൻ അവിടുത്തെ ആ ഒരു അറ്റൻഡർ അയാളുടെ കഴുത്ത് കടിച്ച് ചോര വരുത്തിച്ച് കൊന്നുകളഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവാണ്. അതുപോലെ ഈ രാത്രിയിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഫെഡറിക്കിന്റെ വീട്ടിലേക്ക് ഒരു കുതിരപ്പുറത്ത് ഒരാൾ വന്നിറങ്ങുന്നുണ്ട്. മറ്റാരുമല്ല, തോമസ് തന്നെ. അവൻ വന്ന കാര്യം അപ്പൊ തന്നെ ഹെലന് മനസ്സിലായി. അവളുടെ എല്ലാ അസുഖവും മാറി. വേഗം തന്നെ ആ മഴയത്ത് ഓടിപ്പോയിട്ട് തോമസുമായിട്ട് അവൾ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ആ സമയത്ത് തോമസ് വല്ലാത്ത ക്ഷീണത്തിലായിരുന്നു. കൂടുതലൊന്നും അവന് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ ഫെഡറിക്കിന്റെ ചില ജോലിക്കാർ അത്യാവശ്യമായിട്ട് ഫെഡറിക്കിനോട് ഒന്ന് തീരത്തേക്ക് വരാൻ വേണ്ടി പറയണം. അങ്ങനെ ഇവരെല്ലാവരും തീരത്തോട് ചെന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ വലിയ കപ്പൽ തീരത്തേക്ക് വന്ന് ഇടിച്ച് തകർന്നു പോയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നും ഒരുപാടധികം എലികൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ എലികൾക്കെല്ലാം രോഗമുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി ഇത് പ്ലേഗുമായി വന്ന ഒരു വലിയ കപ്പലാണെന്ന്. ഇതുപോലെ ആളില്ലാതൊരു കപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പ്ലേഗ് വന്ന് എല്ലാവരും അതിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ്. വേഗം തന്നെ നഗരത്തിലുള്ള എല്ലാവരോടും ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടി ഫെഡറിക്ക് പറയുന്നുണ്ട്. സിറ്റുവേഷൻ അത്രയും മോശമായി നിൽക്കുന്ന സമയത്ത് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ നടന്നായിരുന്നു. അതായത് ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട ആ ഒരു പ്രാന്തനുണ്ടല്ലോ, വേലക്കാരൻ, അവൻ ഓൾറെഡി ഒരു തോണിയുമായിട്ട് വന്ന് ഈ കപ്പലിലുണ്ടായിരുന്ന ആ ശവപ്പെട്ടിയുമായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. നേരെ പോകുന്നത് ഓർലോക് പ്രഭു അയാൾ ഈ വിസ്ബർഗിൽ മേടിച്ച ആ വലിയ കൊട്ടാരത്തിലേക്കാണ്. ഇവിടെ മുതൽ വിസ്ബർഗിന്റെ ആ കറുത്ത രാത്രികൾ അത് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ തെരുവുകളിൽ നിറയെ ഓർലോക് പ്രഭു അയാളുടെ കൂടെ വന്ന രോഗബാധിതരായിട്ടുള്ള ആ എലികൾ മുഴുവനായിട്ടും നഗരത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. തടുക്കാൻ കഴിയാത്ത വലിയൊരു ആപത്ത് വിസ്ബർഗിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിനുശേഷം ഹെലനെ കാണിക്കുകയാണ്. തോമസ് ഇന്നലെ രാത്രി വന്നില്ലേ, അവന് തീരെ വയ്യായിരുന്നു. അവന് നന്നായിട്ട് തന്നെ ഹെലൻ ശുശ്രൂഷിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലാതെ മറ്റെന്തോ ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് എന്ന് ഹെലൻ ഇപ്പൊ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഹെലനെ നോക്കാൻ വന്ന ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറല്ല പ്രൊഫസർ റാൻ ഫ്രാൻസ്, ആ ഒരു പ്രൊഫസറെ കാണണമെന്ന് ഹെലൻ വല്ലാണ്ട് വാശി പിടിക്കുന്നുണ്ട്. ഇതേ നേരത്ത് തന്നെ ഇന്നലെ രാത്രി തീരത്ത് വന്നടിഞ്ഞ ആ ഒരു കപ്പൽ, അതിൽ നിന്നും ഒരുപാട് ഡെഡ് ബോഡികൾ കിട്ടിയായിരുന്നു. ആ ഡെഡ് ബോഡി മുഴുവനായിട്ടും പ്രൊഫസർ അതുപോലെ തന്നെ ഡോക്ടർ സീവേഴ്സ് രണ്ടുപേരും നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. ആരംഭഘട്ടത്തിൽ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി, വളരെ കൊടൂരമായിട്ടുള്ള ഒരു പ്ലേഗ് തന്നെയാണിത്. പോരാത്തതിന് ഡോക്ടറായിട്ടുള്ള സീവേഴ്സ് മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ കണ്ടെടുത്ത ഒരൊറ്റ ഡെഡ് ബോഡിയിലും ഒരു താരി പോലും രക്തമില്ല. അപ്പൊ തന്നെ വളരെയധികം ഒരു വല്ലാത്തൊരു മിസ്റ്ററി, ഒരു ദുരൂഹത ഈ പ്രൊഫസർക്ക് തോന്നുന്നുണ്ട്. അതേ നേരം തന്നെ പ്രൊഫസറുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. തോമസ് ജോലി ചെയ്തിരുന്ന ആ ഒരു രജിസ്ട്രേഷൻ കമ്പനി ഉണ്ടല്ലോ, അതിന്റെ ഓണർ ആയിട്ടുള്ള ഹെർനോക്ക് അയാളെ കാണാതായിട്ടുണ്ട്. അയാളെ അന്വേഷിക്കാൻ വേണ്ടി വിട്ടതായിരുന്നു ഈ ആള്. അപ്പൊ ഇയാൾ വന്നിട്ടാണ് ഈ വാർത്ത ഇപ്പോ പ്രൊഫസറോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞു, രാത്രിയായിട്ടുണ്ട്. അർദ്ധരാത്രി ആയപ്പോ ഓർലോക് പ്രഭു അവൻ ഇപ്പോൾ ഉള്ള ആ ഒരു കോട്ടയിൽ നിന്നും അവന്റെ ആ ഒരു കറുത്ത കരങ്ങൾ വിസ്ബർഗിലേക്ക് നീട്ടുകയാണ്. അതായത് അവന്റെ ആ ഒരു നിഴൽ വിസ്ബർഗിൽ പതിഞ്ഞു കഴിഞ്ഞു. ഈ നഗരത്തിന്റെ, ഈ ഒരു ദേശത്തിന്റെ നാശം അത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ അപകടം എന്തെന്ന് പോലും അറിയാതെ ആ പാവം ജനങ്ങള് വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഹെലനും ഉണ്ട്, തോമസും ഉണ്ട്. എന്നാൽ പെട്ടെന്ന് തോമസിന് തന്റെ അടുത്ത് കിടക്കുന്ന തന്റെ ഭാര്യ ഹെലൻ അതൊരു ചെകുത്താനായിട്ട് തോന്നുകയാണ്. അവളെ തള്ളി മാറ്റുന്നുണ്ട്. എന്റെ അടുത്ത് പോ എന്ന് പറഞ്ഞുകൊണ്ട് തോമസ് വല്ലാണ്ട് വയലന്റ് ആവുകയാണ്. പിന്നീട് ഹെലന് വല്ലാണ്ട് വിഷമായതുകൊണ്ട് തന്നെ നേരെ അന്നയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നയാണെങ്കിൽ 2 പിള്ളേരുണ്ടല്ലോ, ക്ലാര അതുപോലെ ലൂയിസ്, രണ്ടുപേരെയും ഉറക്കി കിടത്തിയിട്ട് വരാൻ നിൽക്കുകയാണ്. എന്നാൽ പിള്ളേർക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര പേടിയാണ്, ബോധം വരും, അത് ഞങ്ങളെ കടിക്കും എന്നൊക്കെയാണ് 2 പിള്ളേരും പറയുന്നത്. അപ്പൊ അന്ന പറയാണ്, മക്കളെ അതൊക്കെ വെറും കഥകളാണ്, ആ കഥകളൊന്നും മക്കളെ വിശ്വസിക്കേണ്ട കേട്ടോ. ഇതിനുശേഷം മുറിയുടെ പുറത്തേക്ക് അന്ന വന്നപ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഹെലൻ വരുന്നുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടുകയാണ്. ഇപ്പൊ ഹെലൻ പറയണം, അന്ന ഇന്ന് നിന്റെ കൂടെ ഞാൻ കിടന്നോട്ടെ, എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹെലനും അന്നയും രണ്ടുപേരും പോയിട്ട് ഒരു ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരും ഒറ്റ ചങ്ങാതിമാരാണ്. ഇതേ രാത്രിയിൽ തന്നെ ഫെഡറിക്ക്, ഡോക്ടർ സീവേഴ്സ്, പിന്നെ ആ ഒരു പ്രൊഫസർ 3 പേരും ഭയങ്കര ചർച്ചയിലാണ്. അതായത് ഫെഡറിക്ക് എന്താണോ പ്രൊഫസർ പറയുന്നത് അതിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഡോക്ടർ സീവേഴ്സിന് ചില കാര്യങ്ങളിലൊക്കെ വിശ്വാസം വന്നിട്ടുണ്ട്. നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു പകർച്ചവ്യാധി
ശക്തിയല്ല ഇത്, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു ശക്തിയുണ്ട്, ചെകുത്താനേക്കാൾ ക്രൂരമായിട്ടുള്ള മറ്റൊരു ശക്തി. എന്നാൽ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഈ ഒരു കാര്യമെല്ലാം കേൾക്കുമ്പോൾ ഫെഡറിക്ക് പറയാണ്, നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നമ്മുടെ ഈ നൂറ്റാണ്ടിലൊന്നും ഈ കഥ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഈ രോഗത്തെ തുടച്ചു നീക്കാനുള്ള എന്തെങ്കിലും വഴി നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. എന്നാൽ പ്രൊഫസർ പറയുന്നത് യഥാർത്ഥ പ്രശ്നം അതെന്താണെന്ന് അറിയാതെ അതിനെ നിങ്ങൾ എങ്ങനെ ചികിത്സിക്കും, എങ്ങനെ ആ ഒരു പ്രശ്നത്തിനെ ഇല്ലാതാക്കും? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നിരിക്കുന്നത് അത് സാധാരണ ഒരു പ്ലേഗ് അല്ല. ശരീരത്തിൽ എപ്പോഴും ആ ഒരു പ്ലേഗിനെ കൊണ്ടു നടക്കുന്ന ജീവനുള്ള, ഒരിക്കലും മരിക്കാത്ത ആ ഒരു പ്ലേഗിന്റെ വാഹകനാണ്. അവന്റെ പേരാണ് വാമ്പയർ നോസ്ഫെറാറ്റോ. ഇത് പറയുന്ന സമയത്ത് പ്രൊഫസറിന്റെ മുഖത്ത് തന്നെ ഒരു ഭയമുണ്ടായിരുന്നു. ആ രാത്രിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഹെലനെയും അന്നയും കാണിക്കുന്നുണ്ട്. ചെറിയ എന്തോ ഒരു കാറ്റ് റൂമിലേക്ക് വന്നപ്പോൾ ഹെലൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ്. അവൾ നോക്കുമ്പോൾ അവളുടെ തൊട്ടു മുന്നിലായിട്ട് ആ രൂപം നിൽക്കുന്നുണ്ട്. അവൻ തന്നെ നോസ്ഫെറാറ്റോ. ഇനി നമുക്ക് അവൻ അങ്ങനെ വിളിക്കാം, അവന്റെ ആ ഒരു യഥാർത്ഥ പേര് തന്നെ. അങ്ങനെ നോസ്ഫെറാറ്റോ പതിയെ പതിയെ ഹെലന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ വല്ലാണ്ട് അവൾ ഞെട്ടിപ്പോകുന്നൊന്നുമില്ല. കാരണം അവളുടെ ചെറുപ്പകാലത്ത് അവളുടെ അടുത്തേക്ക് വന്ന ആ മാലാഖയാണെന്ന് അവൾ വിശ്വസിച്ച ആ ചെകുത്താൻ, അവൻ തന്നെയാണ് ഈ നോസ്ഫെറാറ്റോ. നൂറ്റാണ്ടുകളായിട്ട് ഏതോ ഒരു വലിയ കുഴിയിൽ പെട്ടുകിടക്കുകയായിരുന്നു ഈ നോസ്ഫെറാറ്റോ. അവളുടെ ആ ഒരു വിളി കേട്ടാണ് അവന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഹെലന്റെ ആ ഒരു പ്രണയം അത് വല്ലാതെ ഇവൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും ഹെലൻ അവനെ പ്രണയിക്കില്ല. നോസ്ഫെറാറ്റോയെ വെറുക്കാണെന്ന് പറയാണ്. ഇത് കേട്ടപാട് അവനാകെ തകർന്നു പോകുന്നുണ്ട്. നോസ്ഫെറാറ്റോ ഇപ്പോൾ അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ന് മുതൽ 3 ദിവസം അതിനുള്ളിൽ നീ എന്റെ കാൽ കീഴിൽ വന്ന് കിടക്കും. നോക്കിക്കോ, ഓരോ ദിവസവും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തരെയായിട്ട് നിനക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോവാണ്. അവസാനം നീ തന്നെ എന്റെ കാൽ കീഴിൽ വരുന്നു പറയാണ്. ഇതേ സമയത്ത് ഹെലൻ ചോദിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ച് നിനക്ക് മതിയാവുന്നില്ലേ? നിനക്ക് അതിൽ എന്ത് ആനന്ദമാണ് കിട്ടുന്നത്? ഇപ്പൊ അവളെ നോക്കിയിട്ട് നോസ്ഫെറാറ്റോ ഒരൊറ്റ അലർച്ചയാണ്. അതോടുകൂടിയിട്ട് അവള് സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ വിചിത്രമായിട്ടുള്ള എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ട് അവള് തൊട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി അന്ന, അവളുടെ ദേഹം മുഴുവനും എലികള് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച ഹെലൻ അലറി വിളിക്കുകയാണ്. അതുപോലെ തന്നെ വിസ്ബർഗ്, ഈ നാടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല ഭാഗത്തായിട്ട് പ്ലേഗ് അത് ഭയങ്കരമായ രീതിയിൽ സ്പ്രെഡ് ചെയ്തു. ഒരുപാട് ആൾക്കാർ രോഗബാധിതരായി, ഒരുപാട് ആൾക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് അന്നയ്ക്കിപ്പോഴും. അന്നയ്ക്കും ആ ഒരു പ്ലേഗ് വന്നു കഴിഞ്ഞു. പൂർണ്ണമായിട്ടും അവൾ ആ ഒരു രോഗാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ബോധമില്ലാതെ തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവ് ഫെഡറിക്കിനോട് അവൾ എന്തൊക്കെയോ വിളിച്ചു പറയാണ്. തൊട്ടടുത്ത് തന്നെ ഹെലനും ഉണ്ടായിരുന്നു. എന്നാൽ അന്നയുടെ ഈ ഒരു അവസ്ഥ കണ്ട് ഹെലന് തീരെ സഹിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഈ ഹെലനെ ഫെഡറിക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് പറയാണ്, നീയും നിന്റെ ഭർത്താവും ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊയ്ക്കോന്ന് പറയാണ്. കാരണം അവർ രണ്ടുപേരും വന്നതിൽ പിന്നെയാണ് ഇവരുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരോടും ഇവിടുന്ന് പൊയ്ക്കോന്ന് പറയണം. എന്നാൽ ഹെലൻ ഇപ്പോൾ ഈ ഒരു ഫെഡറിക്കിനെ വാൺ ചെയ്യാണ്. പണ്ട് മുതലേ നിനക്ക് എന്നെ ഇഷ്ടമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇതൊന്നും ഇവിടെയും കൊണ്ട് തീരാൻ പോകുന്നില്ല. അതാദ്യം നീ മനസ്സിലാക്കിക്കോ. എന്താണ് യഥാർത്ഥ പ്രശ്നം അത് നിങ്ങൾ പോയി കണ്ടുപിടിക്കാതെയോ. എന്നാൽ ആ ഒരു യഥാർത്ഥ പ്രശ്നം അതെന്താണെന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ ഡോക്ടറെയും കൂട്ടിയിട്ട് ഇപ്പൊ നേരെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു രജിസ്റ്റർ ഓഫീസിലേക്ക്, ഹെർനോക്കിന്റെ രജിസ്റ്റർ ഓഫീസിലേക്ക്. അവിടെ വന്ന സമയത്ത് ഒരു ഷെൽഫിലായിട്ട് ആഭിചാരക്രിയകൾ ചെയ്തതിന്റെ തെളിവുകൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചില ഡോക്യുമെന്റ്സും അതുപോലെ ഒരു പുസ്തകവും. വിസ്ബർഗിൽ എന്താണ് ഈ ഒരു നോസ്ഫെറാറ്റോ എന്ന ഒരു ചെകുത്താൻ മേടിച്ചത് എന്നുള്ളത് പ്രൊഫസർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതേ നേരം തന്നെ വിസ്ബർഗിന്റെ ആ ഒരു തെരുവിലൂടെ തോമസും അതുപോലെ ഹെലനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു പെട്ടിയും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട്. കാലിന് വയ്യാത്തത് കൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് തോമസ് നടക്കുന്നത് തന്നെ. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് രണ്ടുപേരും തിരിച്ചു വന്നു. രാത്രിയായപ്പോൾ ഒരുപാട് ക്ഷീണിച്ച തോമസിന്റെ ദേഹത്ത് മരുന്നെല്ലാം അവൾ പുരട്ടി കൊടുക്കുകയാണ്. കുറച്ച് ആരോഗ്യം വന്ന സമയത്ത് തോമസ് വേഗം എഴുന്നേറ്റ് പോവാണ്. അതായത് ഫെഡറിക്കിനെ കാണാനായിട്ട്. ഇപ്പൊ ഹെലൻ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പതിയെ അവളങ്ങനെ വിതുമ്പാൻ തുടങ്ങുകയാണ്. തോമസിനോട് പല കാര്യങ്ങളും ഹെലൻ മറച്ചു വെച്ചായിരുന്നു. അവളുടെ ചെറുപ്പകാലത്തിൽ അവൾ ഒരു തെറ്റ് ചെയ്തു. ഒരു പിശാചിനെ അവളുടെ അരികിലേക്ക് വിളിച്ചു വരുത്തി. പല തവണ ആ ഒരു പിശാച് അവളെ പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരിക്കലും നിന്നെ അർഹിക്കുന്നില്ല എന്ന് തോമസിനോട് പറയുമ്പോൾ തോമസ് ആകെ പേടിച്ച് വിറച്ചു പോവാണ്. ഇവൾ എന്തൊക്കെയാ പറയുന്നത്? എന്നാൽ പെട്ടെന്ന് തന്നെ ഹെലന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അന്ന് രാത്രി ഹെലനെ കാണാൻ വേണ്ടി നോസ്ഫെറാറ്റോ വന്ന സമയത്ത് നോസ്ഫെറാറ്റോ ഒരു കാര്യം അവളോട് പറഞ്ഞായിരുന്നു. നിന്റെ ഭർത്താവ് ഒരു കിഴി സ്വർണ്ണ നാണയത്തിന് വേണ്ടിയിട്ട് നിന്നെ എനിക്ക് വിറ്റു. അവൻ എനിക്ക് ഒപ്പിട്ട് തന്നു നിന്നെ വിൽക്കുന്നതായിട്ടുള്ള ആ ഒരു വിൽപത്രത്തിൽ. ആ ഒരു കാര്യം നോസ്ഫെറാറ്റോ ഹെലനോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഹെലൻ ആ ഒരു കാര്യം ഇപ്പൊ തോമസിനോട് പറയുന്നുണ്ട്. അവളുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നീയും അത്ര നല്ല ആളൊന്നുമല്ല. കാശ് കിട്ടിയപ്പോ നീ എന്നെയും വിറ്റ് കളഞ്ഞില്ലേ, എന്തും ചെയ്യാൻ മടിക്കാത്തവനാടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രീതിയിൽ ഹെലന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറി. അവളുടെ ശരീരഭാഷയൊക്കെ വല്ലാത്തൊരു രീതിയിലൊക്കെ ആയിട്ട് നാവെല്ലാം പുറത്തേക്ക് വന്ന് കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു രൂപത്തിലേക്ക് ആവുകയാണ്. എന്നാൽ വേഗം തന്നെ തോമസ് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച്, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ വിട്ടുകളിയില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, ഞാൻ നിന്നെ അത്രയും പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തോമസ് അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ പ്രൊഫസർക്ക് ആ രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഒരു പുസ്തകം കിട്ടിയായിരുന്നല്ലോ. അത് വിശദമായിട്ട് തന്നെ പ്രൊഫസർ വായിക്കുന്ന സമയത്ത് ചില ക്ലൂ ഇപ്പൊ പ്രൊഫസറിന് കിട്ടുന്നുണ്ട്. അതായത് ആരെയാണോ നോസ്ഫെറാറ്റോ പ്രണയിക്കുന്നത് ആ പെൺകുട്ടി ആ മൃഗത്തിനോട് ആ പെൺകുട്ടിയുടെ പ്രണയത്തെ വാഗ്ദാനം ചെയ്യണം. അത് സ്വീകരിച്ച് രാത്രിയിൽ അവളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു നോസ്ഫെറാറ്റോയുമായിട്ട് അന്ന് രാത്രിയിൽ കട്ടിലിൽ അവൾ ക്ഷയിക്കണം. അതും നേരം പുലരുവോളം. അങ്ങനെ ആദ്യത്തെ കോഴി അത്
നോക്കുന്ന സമയത്ത് അത് സംഭവിക്കുമെന്ന് ആ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടപാട് തന്നെ പ്രൊഫസർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഏക വഴി എന്ന് പറയുന്നത് അത് മാത്രമാണ്. എന്താണ് ആ ഒരു വഴിയെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അല്ലെ? കഥയുടെ അവസാനം അത് മനസ്സിലായിക്കോളും. ഇതിനുശേഷം ഫെഡറിക്കിന്റെ വീട് കാണിക്കുകയാണ്. രാത്രി ആയപ്പോൾ പിള്ളേരുടെ കരച്ചിൽ കേട്ട് ഇപ്പൊ അന്ന എഴുന്നേൽക്കാണ്. എന്നാൽ ഫെഡറിക്കിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൻ ആ ഒരു അബോധാവസ്ഥയിലാണ്. ശബ്ദം കേട്ട് അന്ന നേരെ പിള്ളേരുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ 2 പിഞ്ച് കുഞ്ഞുങ്ങളുണ്ടല്ലോ, ക്ലാരിയും ലൂസിയും, രണ്ടുപേരെയും കടിച്ചു തിന്ന് അതിന്റെ ചോര കുടിക്കുന്ന നെസ്ഫെറാറ്റോ അതിനെ നേരിട്ട് കാണുകയാണ് അന്ന. അത് കണ്ട് അന്നയും കൂക്കി നിലവിളിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ 3 ശവപ്പെട്ടികളാണ് കാണിക്കുന്നത്. ഒരെണ്ണം വലുതും 2 എണ്ണം ചെറുതുമായിരുന്നു. അവിടെ നിന്ന് കരയുന്ന ഫെഡറിക്കിനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശവടക്കിന്റെ സമയത്ത് അങ്ങോട്ടേക്ക് തോമസും ഹെലനും വരുന്നുണ്ട്. എന്നാൽ ഹെലനെ കണ്ട പാട് തന്നെ ഫെഡറിക്കിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. എന്നാൽ ഇതിനൊന്നും കാരണക്കാരി അത് ഹെലൻ അല്ല, മറ്റൊരു ശക്തിയാണ്. ആ കാര്യം ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്കണമെന്ന് ഫെഡറിക്കിനോട് പറയാണ്. അങ്ങനെ ഫെഡറിക്ക് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവന് തുല്യം സ്നേഹിച്ച അവന്റെ ഭാര്യ, അതുപോലെ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 3 പേരും പോയില്ലേ? അങ്ങനെ എല്ലാവരും കൂടെ അവനെ സമാധാനിപ്പിച്ച് ആ കുതിരവണ്ടിയിൽ എല്ലാവരും പോവാണ്. ഈ സമയത്ത് പ്രൊഫസർ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയോ? ഈ പരിപാടിയെല്ലാം ഒപ്പിച്ച അവനുണ്ടല്ലോ, ആ പ്രഭു നൊസ്ഫെറാറ്റോ, അവൻ താമസിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ തന്നെ ഒരു വലിയ കൊട്ടാരത്തിലാണ്. അത് ഏതാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഗ്രൂൻവാൾഡ് കൊട്ടാരം. ആ സ്ഥലത്തേക്ക് നമ്മൾ പോകണം, അവനെ ഇല്ലാതാക്കണം എന്ന് പറയണം. എന്ത് തന്നെ സംഭവിച്ചാലും പ്രൊഫസറുടെ കൂടെ ഡോക്ടർ സീവേഴ്സും അതുപോലെ തന്നെ തോമസ് ഉണ്ടാവുമെന്ന് അവർ രണ്ടുപേരും വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങി പോകുന്ന പ്രൊഫസറിന്റെ അടുത്തേക്ക് ഹെലൻ വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുമെന്നും പ്രൊഫസർ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ എന്താണ് ആ ഒരു കാര്യം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് തോമസും ഹെലനും കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് രാത്രി തോമസും പ്രൊഫസറും ഡോക്ടറും ഇവർ 3 പേരും ചേർന്നിട്ട് ഈ വിസ്ബർഗിൽ നൊസ്ഫെറാറ്റോ മേടിച്ച ആ ഒരു കോട്ടയിലേക്ക് അവർ പോകും. ആ ഒരു ചെകുത്താനെ ഇവരില്ലാതാക്കും. അതിന്റെ ആ ഒരു തയ്യാറെടുപ്പെല്ലാം കഴിഞ്ഞ് തോമസ് പോവാൻ നിൽക്കുമ്പോൾ ഹെലൻ അവനൊന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ ആ ഒരു പ്രണയം അത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ പോകുന്ന സമയത്ത് അവസാനമായിട്ട് അവനോടൊന്ന് യാത്ര പറയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് തോമസിനോട് ഹെലൻ ആ യാത്ര പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഫെഡറിക് ആണെങ്കിൽ അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അടക്കിയ ഒരു ശവകുടീരുണ്ടല്ലോ, നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആ ഒരു മനുഷ്യൻ തകർന്നു പോയി എന്ന് പറയാൻ കേട്ടോ. അതുപോലെ തന്നെ അന്നയുടെ കൂടെ കിടന്നതുകൊണ്ട് ഫെഡറിക്കിനും ആ ഒരു പ്ലേഗ് ബാധിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ആ ഒരു ശവക്കല്ലറ അതിൽ കിടന്ന് കരഞ്ഞ് അവസാനം അവനും ആ ഒരു ചോര ഛർദ്ദിക്കുകയാണ്. കുറെ കഴിഞ്ഞ് ഈ വിവരം അറിഞ്ഞ് തോമസും വേറെ 2 ആൾക്കാരും പിന്നെ ഡോക്ടറും ഇവർ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഭാര്യയുടെ ആ ഒരു മൃതദേഹം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഫെഡറിക്ക്. ഒരു വല്ലാത്ത കാഴ്ച തന്നെ. മരിക്കാൻ നേരത്ത് ആ മനുഷ്യൻ അത്രയും വേദനിച്ചിട്ടുണ്ട്. ഭാര്യയെ കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുന്ന ഫെഡറിക്കിനെയാണ് തോമസ് കാണുന്നത്. തോമസിനും ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും പ്ലേഗ് കാരണം ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ബോഡി അത് മുഴുവനായിട്ടും തീയിട്ട് നശിപ്പിക്കണം. ഡോക്ടറും തോമസും വേറൊന്നും ആലോചിച്ചില്ല. ഫെഡറിക്കിന്റെയും അന്നയുടെയും ആ ഒരു ബോഡി പൂർണ്ണമായിട്ടും എണ്ണയൊഴിച്ച് കത്തിച്ചു കളയാണ്. ഇതോടുകൂടിയിട്ട് തോമസിന്റെ ഉള്ളിൽ വല്ലാത്ത വാശിയായിട്ടുണ്ട്. വല്ലാത്ത ആ ഒരു വാശിയിൽ തന്നെ ഡോക്ടറും തോമസും പ്രൊഫസറും 3 പേരും കൂടെ ആ ഒരു കൊട്ടാരത്തിലേക്ക് പോവാണ്. അതാണല്ലോ നൊസ്ഫെറാറ്റോ മേടിച്ചിട്ടുള്ളത്. അങ്ങനെ രാത്രിയിൽ 3 പേരും തീപ്പന്തവുമായിട്ട് ആ ഒരു കൊട്ടാരത്തിലേക്ക് കടക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിറയെ എലികളായതുകൊണ്ട് തന്നെ തോമസ് ആദ്യം ഒന്ന് ഭയന്ന് പോകുന്നുണ്ട്. ഇപ്പൊ പ്രൊഫസർ പറയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, നേരെ ചെല്ല്. ആ പെട്ടി തുറന്ന് അപ്പൊ തന്നെ അവനെ കുത്തി കൊന്നുകളാന്ന് പറയണം. വേഗം തന്നെ ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു പെട്ടി തുറന്ന് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിന്റെ ആ ആയുധം അത് കുത്തി അങ്ങ് കയറ്റിയപ്പോഴാണ് മനസ്സിലായത് അത് നൊസ്ഫെറാറ്റോ അവനായിരുന്നില്ല. അവന്റെ ആ ഒരു വേലക്കാരനുണ്ടല്ലോ, അവനായിരുന്നു. നെഞ്ചത്ത് അത്രയും വലിയ കമ്പി കയറി കിടക്കുമ്പോഴും അവനൊരു വല്ലാത്ത ചിരിച്ചിരിക്കുകയാണ്. പ്രൊഫസർക്ക് ആകെ ദേഷ്യം വന്ന് കയ്യിലുണ്ടായിരുന്ന ചുറ്റിയെടുത്ത് അവന്റെ നെഞ്ചത്തോട് അടിച്ച് കയറ്റുകയാണ്. അല്ല, അപ്പൊ നൊസ്ഫെറാറ്റോ എവിടെ പോയി? അതിനുള്ള വ്യക്തമായ ഉത്തരം പ്രൊഫസർക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം ഇന്ന് രാത്രി ഇവർ ആ ഒരു നൊസ്ഫെറാറ്റോയെ തേടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നൊസ്ഫെറാറ്റോ ഉണ്ടാവില്ല എന്ന് പ്രൊഫസർക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണ്? നൊസ്ഫെറാറ്റോ ഇപ്പൊ പോയിരിക്കുന്നത് ഹെലന്റെ അടുത്തേക്കാണ്. അത് വെറുതെ പോയതല്ല. ഹെലൻ അവളുടെ ആ ഒരു പ്രണയം ആ ഒരു മൃഗത്തിന് വാഗ്ദാനം ചെയ്തു. അതുകൊണ്ടാണ് അന്ന് രാത്രി ഹെലന്റെ അടുത്തേക്ക് ആ മൃഗം വരുന്നത്, നൊസ്ഫെറാറ്റോ തന്നെ. ഇത് മനസ്സിലായതോട് കൂടിയിട്ട് തോമസ് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ ഉറക്കനെ ചിരിച്ചുകൊണ്ട് ഒരു പ്രാന്തനെ പോലെ പ്രൊഫസർ ആ കോട്ടയ്ക്ക് മുഴുവനായിട്ടും തീയിട്ട് കത്തിച്ച് നശിപ്പിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹെലൻ ഈ നൊസ്ഫെറാറ്റോയെ അവൾ വിളിച്ചു വരുത്തിയത് കൊണ്ട് തന്നെ അവളുടെ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ ഒരു കല്യാണ പെണ്ണിനെ പോലെ തന്നെ നല്ല വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു നൊസ്ഫെറാറ്റോയ്ക്ക് അവൾ കൈ കൊടുക്കുകയാണ്. അവന് കീഴടങ്ങുകയാണ്. അവളുടെ വസ്ത്രം മുഴുവനായിട്ടും അഴിച്ചിട്ട് ആ മൃഗത്തിന്റെ മുന്നിൽ അവൾ കിടന്നു കൊടുക്കുന്നുണ്ട്. പതിയെ അവളുടെ ആ ഒരു ശരീരത്തിനെ ഈ മൃഗം പ്രാപിക്കാൻ തുടങ്ങുകയാണ്. ഈ നേരത്താണ് നൊസ്ഫെറാറ്റോയുടെ ആ ഒരു ശരീരം പൂർണ്ണമായിട്ടും കാണിക്കുന്നത്. അങ്ങനെ പതിയെ കുറേ നേരം കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചതുപോലും ഈ ഒരു നൊസ്ഫെറാറ്റോ അറിഞ്ഞില്ല. അത്രത്തോളം അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അവൻ വശിപ്പെട്ടു പോയായിരുന്നു. അവൻ എഴുന്നേറ്റ് പോകാൻ നോക്കുന്ന സമയത്ത് വീണ്ടും അവളിലേക്ക് ഈ നൊസ്ഫെറാറ്റോയെ അവൾ പിടിച്ചങ്ങനെ വെച്ചു. അവസാനം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. കോഴിയും കൂക്കി. ആ പ്രകാശം അവന്റെ ദേഹത്ത് തട്ടിയതോട് കൂടിയിട്ട് അവന്റെ ദേഹം മുഴുവനായിട്ടും നിന്നുരുകാൻ തുടങ്ങുകയാണ്. പ്രകാശം വരുന്നതിന് മുന്നേ പെട്ടിയിൽ കയറേണ്ട ആളാണ്. എന്നാൽ ആ ആളുടെ അവസ്ഥ ഇപ്പോ ഉരുകി ഒലിച്ച് ഒരുമാതിരി ഉണക്കമീൻ പോലെ ആയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അവൻ ഒരുപാട് നേരം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഹെലൻ അവളുടെ ഒരുപാട് രക്തം അവനെ കൊണ്ട് കുടിപ്പിക്കുകയും ചെയ്തു. അതോട് കൂടിയിട്ട് അവളും മരണപ്പെടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് തോമസ് അങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ.
തന്നെ ഡോക്ടറും ഉണ്ടായിരുന്നു, പ്രൊഫസറും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ നെഞ്ചു പൊട്ടുന്ന വേദനയുമായിട്ട് തോമസ് അവസാനമായിട്ട് ഹെലന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവളുടെ കണ്ണിൽ ആ ഒരു തരി ജീവൻ അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. പതിയെ പതിയെ അത് പോകുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് പ്രൊഫസർ പറയുന്നുണ്ട് ഈ നാടിനെ രക്ഷപ്പെടുത്താനായിട്ട് അവൾ ആ വലിയ ത്യാഗം ചെയ്തിരിക്കുകയാണ്. അവളുടെ ജീവൻ തന്നെ കൊടുത്ത് നൊസ്ഫെറാറ്റോയെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതായത് ഒരിക്കലും മരിക്കാത്ത ഈ പ്ലേഗിന്റെ വാഹകൻ. ഇതാണ് ഏക മാർഗം എന്ന് പ്രൊഫസർക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ തോമസിനോട് ഈ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ഹെലനോട് ഈ കാര്യം പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും അന്ന് സ്വകാര്യമായിട്ട് സംസാരിച്ചത് ഇതേ കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അവസാനം ഹെലന്റെ ആ ഒരു മരണം അത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ സിനിമ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഇതിന്റെ പല ഭാഗവും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും കേട്ടോ. പറ്റാവുന്ന രീതിയിലൊക്കെ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പൊ എന്തായാലും കഥ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.